നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ. അത്ര ശ്രീ വേദവ്യാസനാൽ വിരചിതമായ ശ്രീമദ് ഭഗവത്ഗീതയിലെ സാഖ്യയോഗം എന്ന 2ാമത്തെ അധ്യായത്തിലെ 70ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രിയമുള്ള പ്രേക്ഷകർ, ശ്ലോകം ശ്രദ്ധിക്കുക. ആപൂര്യമാണമജലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തസ്മത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമി. എൻ്റെ പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ആപൂര്യമാണം അജലപ്രതിഷ്ഠം സമുദ്രം ആപഹ പ്രവിശന്തി യദ്വത് തദ്വത് കാമഃ യം പ്രവിശന്തി സർവേ സഹ ശാന്തിം ആപ്നോതി ന കാമകാമഃ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ആപൂര്യമാണം അജലപ്രതിഷ്ഠം സമുദ്രം ആപഹ യദ്വത് പ്രവിശന്തി തദ്വത് സർവേ കാമഃ യം പ്രവിശന്തി സഹ ശാന്തിം ആപ്നോതി കാമകാമി ന. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. സ്ഥിരമായിരിക്കുന്നതും നിറഞ്ഞിരിക്കുന്നതുമായ സമുദ്രത്തെ എപ്രകാരമാണോ ജലാശയങ്ങളിലെയും നദികളിലെയും ജലങ്ങൾ പ്രവേശിക്കുന്നത്, അപ്രകാരം യാതൊരു ബ്രഹ്മനിഷ്ഠനാണോ സർവ വിഷയങ്ങളിലും പ്രവേശിക്കുന്നത്, ആ മുനി അല്ലെങ്കിൽ യതി മോക്ഷത്തെ പെട്ടെന്ന് പ്രാപിക്കുന്നു. വിഷയങ്ങളിൽ ഇച്ഛയുള്ളവനാകട്ടെ മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്യുന്നില്ല. നമസ്തേ.